ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു റെസല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് നോക്കാൻ പോവുകയാണ് നമ്മൾ വരാൻ പോണ എക്സാംസിന് വേണ്ടി. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നരേന്ദ്രമോദിജി ഒരു സർവേ നടത്താൻ പോവുകയാണ് ഒരു ആപ്പിൻ്റെ ത്രൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എക്സാമിന് എന്താണ് ആ ആപ്പ് ഏതാണ്, ആ സർവേ എന്തിനു വേണ്ടിയുണ്ട്. അതുകൂടാതെ എന്താണ് നമ്മളൊരു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റമിന് വേണ്ടിയുള്ള ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോൺ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ADBയുടെ. അത് ആരെ കൂടെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ കുറച്ച് സ്പോർട്സിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലാസ്റ്റിലൊരു റിവിഷൻ സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, ഡിഫൻസ് എക്സസൈസസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. നരേന്ദ്രമോദിജി അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ എന്താണ് ഒരു ആപ്പ്, നമോ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. എന്താണ് നമോ ആപ്പ്? ഓക്കെ, ഈ ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ആപ്പിൻ്റെ ത്രൂ നമ്മളെ പ്രൈം മിനിസ്റ്റർ എന്താണ് സർവേ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പം വരാൻ പോണ ലോക്സഭ ഇലക്ഷൻസ് അടുത്ത വർഷം വരാൻ പോകുന്നത് 2024. ബട്ട് അതിനു മുമ്പ് നമ്മൾ നരേന്ദ്രമോദിജി എന്താണ് ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് അല്ലെങ്കിൽ സ്കീംസിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ നിങ്ങൾക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ നമ്മളെ ഗവൺമെൻറ്റോട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പിൻ്റെ ത്രൂ ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് ആപ്പാണെന്ന് വെച്ചാൽ നമോ ആപ്പാണ്. എന്നിട്ട് എന്താണ് സർവേ എന്ന് വെച്ചാൽ ബേസിക്കലി it is a exhaustive question on performance of the government and the local bodies. ലോക്കൽ ബോഡീസും ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആയിരിക്കും ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു ഉദ്ദേശം കിട്ടും അവരെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, എന്നിട്ട് ഏതൊക്കെ ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ആപ്പായിരുന്നു. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. 1914 തുടങ്ങിയതാണ്. 1914 കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1914 തുടങ്ങിയൊരു ഈ സംഭവമാണ്. എന്താണ് നമ്മളെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. അത് ഈ വർഷം നമ്മളെ പഞ്ചാബിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജിൽ നടത്താൻ പോവായിരുന്നു ഈവൻറ്റ്. പക്ഷേ ആ കോളേജ് ലാസ്റ്റ് ജലന്ധറിൽ വെച്ച് നടത്താൻ പോവായിരുന്നു. അപ്പോൾ ആ ഒരു ഈവൻറ്റിൻ്റെ വെന്യൂ അവരെ മെയിൻ ഹെഡ് അവർക്ക് നടത്താൻ പറ്റൂല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുത്തു. അതുകൊണ്ട് എന്താണ് ഓൾ ഓഫ് എ സഡൻ അവർ വിഡ്രോ ചെയ്തുകൊണ്ട് ഇപ്പം നടക്കുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം നടക്കാൻ പോകുന്നത് എത്രാമത്തെ ആയിരുന്നു, 109ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആയിരുന്നു. ബട്ട് അതിപ്പം എന്താണ് പോസാണ്, അല്ലെങ്കിൽ ഹോൾഡിലിട്ടിട്ടുണ്ട്. ഇനി നടക്കുമോ ഇല്ല എന്ന് വരാൻ പോണ ദിവസങ്ങളിൽ അറിയാം. ഷോർട്ട് നോട്ടീസിൽ ഇത്രയും വലിയൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ വേറൊരു ആർക്കും പറ്റൂല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. 109ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കാൻ വരാൻ പോണ ദിവസങ്ങളിൽ അറിയാം എൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എപ്പോഴാണ് നടന്നത്, 1914. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ബട്ട് സർട്ടൺ യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ അങ്ങനെ കോളേജസിലാണ് ഇത് എല്ലാം വർഷം ഓർഗനൈസ് ചെയ്യണം. വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് അങ്ങനെ അവരുടെ ക്യാമ്പസിനകത്തൊക്കെയാണ് നടത്തുന്നത്. ബട്ട് ഇപ്രാവശ്യം ജലന്ധറിലുള്ള ആ ഒരു ക്യാമ്പസ് എന്താണ് അവർ വിഡ്രോ ചെയ്ത്. അതുകൊണ്ടാണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഇതാണ് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ആഡൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരാണത് വിഡ്രോ ചെയ്തത്. അതുകൊണ്ട് അതൊരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ നോക്കാം നമുക്ക് അത് നടക്കുമോ ഇല്ലെന്നുള്ളത് അല്ലേ. അടുത്തെന്ന് പറഞ്ഞാൽ ബാബ് അൽ മന്ദാബ് എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇത് റെഡ് സീലുള്ള ത്രെറ്റിനെ കുറിച്ച് നമ്മൾ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഡിസ്കഷൻ നടത്തും. അതുകൊണ്ട് ആ സമയത്ത് ഒരു ബാബ് അൽ മന്ദാബ് എന്ന് പറയുന്ന സ്ട്രേറ്റിൻ്റെ ഡിസ്കഷൻ വന്നു. സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഇതാണ് സ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വാട്ടർ ബോഡീസിനെ ജോയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു പാത്ത് വേ, അതിനെയാണ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമ്മൾ കണക്റ്റിംഗ് റെഡ് സീ ടു ദ ഗൾഫ് ഓഫ് ഇഡൻ ആൻഡ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, ഇപ്പം റെഡ് സീന്ന് ഇവിടെ എന്താണ് നമ്മളെ ഗൾഫ് ഓഫ് ഇഡൻ, എന്നിട്ട് ഇത് ഇന്ത്യൻ ഓഷൻ റീജിയനിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ്റെ ഒരു എന്താണ് റീജിയനാണ് ബാബ് അൽ മന്ദാബ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈറസി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പൈററ്റ്സിൻ്റെ അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്നാണ് പറയുന്നത് അറബിക്കിൽ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ എന്താണ് അറ്റാക്ക് ഒക്കെ ചെയ്യാറുണ്ട്, അങ്ങനെ ഷിപ്സിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ ഒരുപാട് ഡെത്തുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഗേറ്റ് ഓഫ് ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ ഒരുപാട് ഹൊറിഫിക് ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രെറ്റിനെ നോർമലൈസ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ എന്താണ് ഇസ്രായേലും ഇന്ത്യയിലായിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് യമൻ കൺട്രി ഉണ്ട്, പിന്നെ ഡിജിബോട്ടി. ഈ രണ്ട് കൺട്രിയുടെ ബൗണ്ടറീസ് ആണ് ടച്ച് ആവുന്നത് ഈ ഒരു റീജിയനിൽ, അല്ലെങ്കിൽ സ്ട്രേറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സൈഡ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഈ രണ്ട് റീജിയനാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ന്യൂസ് ലംപി സ്കിൻ ഡിസീസ് നമ്മൾ ഇതിനു മുമ്പേ പലവട്ടം നോക്കിയിട്ടുള്ള കാര്യമാണ്. ലംപി സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാറ്റൽസിൽ വരുന്ന ഒരു ഡിസീസാണ്. അതിൻ്റെ സ്കിന്നിൽ ഒരു ലംപ് പോലെ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഒരു ഡേറ്റ ഉണ്ടായിരുന്നു ലംപി സ്കിൻ ഡിസീസിനെ കുറിച്ച്. ബട്ട് ഹൗസ് പാനൽ ഈ ഒരു ലംപി സ്കിൻ ഡിസീസിൻ്റെ അടുത്ത് സ്റ്റഡി ചെയ്യാൻ നമ്മളെ പാർലമെൻറ്റിലുള്ള ഒരു പാനൽ അത് സ്റ്റഡി ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഡേറ്റ ശരി അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് ലംപി സ്കിൻ ഡിസീസ് എന്താണ്? ഇതെന്താണ്? ഒരു ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് കാറ്റൽ ഓർ വാട്ടർ ബഫലോയിൽ കോസ് ആവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അതെന്താണ്? പോക്സ് വൈറസിനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പോക്സ് വൈറസ് ലംപി സ്കിൻ ഡിസീസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അക്കോർഡിംഗ് ടു ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ മോർട്ടാലിറ്റി റേറ്റ് ഈസ് ലെസ് ദൻ 10%. 10% കാട്ടി കുറവ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി പറ്റണമെന്ന് വെച്ചാൽ ഇവരെ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി അതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ കവ് മരിച്ചു പോണതാണ്. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ ഇതിന് വാക്സിനേഷൻ ഉണ്ട്. ഓക്കെ, അഗേൻസ്റ്റ് ദിസ് ഡിസീസ് ദർ ഇസ് കവർഡ് അണ്ടർ ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഓഫ് ഇന്ത്യ. അപ്പോൾ അവർ വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ആൻറ്റി വൈറൽ ഡ്രഗ് അതിന് ഇല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആസ് സച്ച് ക്യൂർ ഇല്ല, ബട്ട് വാക്സിൻ ചെയ്ത് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. ഓക്കെ, ഇതെല്ലാം തന്നെ ബേസിക്കലി ഈ ലംപി സ്കിൻ ഡിസീസ് ഈസ് പ്രൈമലി സ്പ്രെഡ് ബിറ്റ്വീൻ അനിമൽസ് ബൈ ബൈറ്റിംഗ് ഇൻസെക്ട്സ് വെക്ടർ എന്ന് പറഞ്ഞാൽ കോസിറ്റീവ് ഏജൻറ്റ്സ് എന്തായിരിക്കും? മോസ്കിറ്റോസ് അല്ലെങ്കിൽ ബൈറ്റിംഗ് ഫ്ലൈസ്. ഇതൊക്കെയാണ് അതിനെ അല്ലെങ്കിൽ ഒരു അനിമലിൽ നിന്ന് വേറൊരു അനിമലിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് എവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാംബിയയിലാണുള്ളത്. സാംബിയ എവിടെയാണത്? സാംബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻ കൺട്രിയാണ്. സാംബിയ 1929 ഫസ്റ്റ് ടൈം ഇതിനെ ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം അവർ നോട്ടീസ് ചെയ്തത്. അപ്പോഴാണ് അവിടെ ഒരു എപ്പിഡമിക് ഇത് മാറിപ്പോയി, 1 സെക്കൻഡ്. അവിടെയാണ് ഫസ്റ്റ് ടൈം എന്താണ് ഒരു എപ്പിഡമിക് ആയിട്ട് ബ്രേക്ക് ആയത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ക്യാൻ ബോറോ ആൻ എക്സ്ട്രാ 2 lakh crore ദിസ് ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ ഇയറിൽ സ്റ്റേറ്റ്സ് അവരെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അവർ മെയിൻലി പൈസ ബോറോ ചെയ്യാൻ കൊടുക്കുന്നത്, സെൻട്രൽ ബോറോ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് 2 ലക്ഷം കോടി. അത് എല്ലാ സ്റ്റേറ്റ്സിനുമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളെ നാഷണൽ പെൻഷൻ സിസ്റ്റമിന് വേണ്ടി ആ പെൻഷൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള മണിക്ക് വേണ്ടിയാണ് ഈ ഒരു പൈസ റേസ് ചെയ്യാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ അലൗസ് 22 states to raise additional borrowing of 61,000 crores for meeting pension liabilities by NPS contribution. പിന്നെ സ്റ്റേറ്റ്സ് ക്യാൻ ഓൾസോ റേസ് 1,43 lakh crores tied to power sector reforms. ഓക്കെ, അപ്പോൾ അവരെ പവർ സെക്ടറിന് നമ്മൾ ഈ ഗ്രിഡിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറേ കൂടെ എഫിഷ്യൻ്റ് ആവുക, പവർ കട്ട് നിർത്താൻ വേണ്ടി അങ്ങനെ കുറേ ഇനിഷ്യേറ്റീവ്സിന് വേണ്ടി കുറേ ഫണ്ടിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് 1.43 lakh crores പവർ സെക്ടറിന് വേണ്ടി, എന്നിട്ട് 61,000 എന്താണ് NPSന് വേണ്ടി ബോറോ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ആരാണ്? സെൻറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ആ ഷോർട്ട് കമ്മിങ്, ഇതിനൊക്കെ മീറ്റ് ചെയ്യാൻ, ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കമ്മിങ്ങിനെ എന്താണ് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫണ്ടിങ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 15th ഫൈനാൻസ് കമ്മീഷൻ 15th NK സിംഗ് ആണ് ഹെഡ് ചെയ്തിരുന്നത്. NK സിംഗ് ഹെഡ് ചെയ്ത 15th ഫൈനാൻസ് കമ്മീഷന് ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ സെക്ടറിൽ റിഫോംസ് വേണം. അതുകൊണ്ടാണ് അവരെന്താണ് ആ റെക്കമെൻഡേഷനെ ഫോളോ ചെയ്തിട്ടാണ് 1.43 lakh crore rupees ബോറോ ചെയ്യാനുള്ള പെർമിഷൻ ആർക്ക് കൊടുത്ത? സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, അതെന്താണ് നമ്മുടെ പവർ സെക്ടറിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കറിയാം പവർ സെക്ടർ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് പവർ ആരാണ് ഇൻചാർജ്? RK സിംഗ് ആണ് ഇൻചാർജ്. ഓക്കെ, നെക്സ്റ്റ് കരൂർ വ്യാസ് ബാങ്ക് HDFC ലൈഫ് എൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഏജൻസി ടൈപ്പ്. അപ്പോൾ നമ്മളെ കരൂർ വ്യാസ് ബാങ്ക് നിങ്ങൾക്കറിയാം ബാങ്കിങ് സർവീസ് കൊടുക്കുന്നത്. HDFC എന്താണ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് ലൈഫ് ഇൻഷുറൻസ് സർവീസസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടും ടൈപ്പ് ചെയ്തപ്പോൾ എന്തിനായിരിക്കും? ഈ ബാങ്കിൻ്റെ ത്രൂ ലൈഫ് ഇൻഷുറൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് ലൈഫ് ഇൻഷുറൻസിൻ്റെ കവറേജസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത്ര നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മളെ കരൂർ വ്യാസ് ബാങ്കിൻ്റെ MD CEO ആരാണെന്ന് വെച്ചാൽ B. രമേഷ് ബാബു ആണ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ ഇത്രയും കാര്യമാണ്. ഈ അഗ്രിമെൻറ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഇൻഷുറൻസ് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓഫർ ചെയ്യാൻ വേണ്ടി അവരുടെ കസ്റ്റമേഴ്സിന്, ആരെ കസ്റ്റമേഴ്സ്? കരൂർ വ്യാസ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് HDFCയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പാക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറണ്ട് വീണ്ടും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇഷ്യൂയുടെ കാരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും എൻ്റെ വീഡിയോ ഇടാതെ വച്ചിരുന്നത്. കാരണം ഇരുട്ടാവുമ്പോൾ രാത്രി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത്രയും വെളിച്ചം ഇതും പോലും കാണാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് തോന്നുന്നില്ല.
ബട്ട് ഇതുപോലെ കാണാൻ പറ്റൂല നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കണ്ട. നമുക്ക് ഇത് അടുത്ത ന്യൂസ് എന്താണ്? വോൾക്കനോ ഇറപ്റ്റ്സ് ഇൻ സൗത്ത് വെസ്റ്റ് ഐസ്ലാൻഡ് ആഫ്റ്റർ വീക്സ് ഓഫ് എർത്ത്ക്വേക്സ് ഉണ്ടായിരുന്നു. ഇപ്പം വോൾക്കനോ എക്സ്പ്ലോഡ്, ബേസിക്കലി വോൾക്കനോ വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ വോൾക്കനോ എക്സ്പ്ലോഡ് ആവാൻ വേണ്ടി ആണ് ഈ ഒരു എർത്ത്ക്വേക്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു ടെക്ടോണിക് മൂവ്മെൻറ്റ്സിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ്? പവർ പ്ലാന്റ് ആൻഡ് ഐസ്ലാൻഡ് പവർ പ്ലാന്റ് ട്യൂസ്ഡേ. എവിടെയാണ് അതിൻ്റെ ഇൻറ്റൻസ് സെസ്മിക് ആക്ടിവിറ്റി? സൗത്ത് വെസ്റ്റ് ഓഫ് റൈക്കേവിസ്. ഓക്കെ, അവിടെയാണത് ഉണ്ടായത്. റൈക്കേവിസ് എന്താണ്? അവരൊരു പെനിൻസുലയാണ്. റൈക്കേവിസ് അല്ല പെനിൻസുല, റേ കെ ജെയിൻസ് പെനിൻസുല. ഓക്കെ, അവിടെയാണ്, ആ റീജിയനിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത്, ഇത് വെറും നമുക്ക് അറിഞ്ഞത് റീസെൻറ്റ് വോൾക്കനോ ഇറപ്റ്റ് ആയത് ഐസ്ലാൻഡിലാണ്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ല, എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഒരു സ്ഥലം അറിഞ്ഞിരിക്കണം. എന്താണ്? റൈക്കേജ വിക്ക്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഐസ്ലാൻഡിലാണ്. ഓക്കെ, അവിടെയാണ് എന്താണ് വോൾക്കനോ ഇറപ്റ്റ് ആയത്. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹാർദിക് ആൻഡ് സവിത വിൻസ് അക്ലോഡ്സ് അറ്റ് FIH എന്താണ് ആനുവൽ അവാർഡ്സ്. FIH എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഹോക്കി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഹോക്കിയുടെ എന്താണ് അക്ലോഡ് എടുത്ത് അവർ ജയിച്ച അവാർഡ്സ് ജയിച്ച് ആരൊക്കെയാണ്? ഹാർദിക്കും സവിത. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യയുടെ മെൻസ് ഹോക്കി ടീമിൻ്റെ മിഡ്ഫീൽഡറായ ഹാർദിക്, ഇതാണ് പുള്ളിക്കാരനാണ് എന്താണ്? ഹാർദിക് സിംഗ്. ഓക്കെ, എന്നിട്ട് ഇതാരാണെന്ന് വെച്ചാൽ സവിത, നമ്മളെ ക്യാപ്റ്റനാണ്. വിമൻസിൻ്റെ ഹോക്കിയുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണ് സവിത. ഇവർ രണ്ടുപേരും എന്താണ്? പ്ലെയർ ഓഫ് ദ ഇയർ FIHൻ്റെ എന്താണ്? പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡാണ് കിട്ടിയത്. പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ്. ഓക്കെ, ആ അവാർഡ് കിട്ടിയതാണ്. ക്ലിയർ ആണല്ലോ? മെൻസ് കാറ്റഗറിയിൽ ആർക്കാണ് കിട്ടിയത്? നമ്മൾ ഹാർദിക് സിംഗിന്. അതേസമയം ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എക്സാക്ട്ലി വിമൻസിൻ്റെ കാറ്റഗറിയിൽ ആർക്കാണ് കിട്ടിയത്? സവിത ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് വിമൻസ് ഹോക്കി ടീം. ഓക്കെ, അവർക്ക് അതാണ് കിട്ടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. നിങ്ങൾക്കറിയാം, നമുക്ക് 2 ആർട്ടിക്കിൾ എന്താണ് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അവിടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ മൈത്രി, അടുത്തെന്ന് പറഞ്ഞാൽ ഭാരതി. ഓക്കെ, മൈത്രി ആൻഡ് ഭാരതി. ഓക്കെ, ഭാരതി. അപ്പോൾ ഈ 2 പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ആർട്ടിക് റീജിയനിൽ നമുക്ക് ഈ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അതിനെന്താണ്? അവർ ലോഞ്ച് ഫസ്റ്റ് ഇന്ത്യൻ വിന്റർ എക്സ്പെഡിഷൻ ടു ആർട്ടിക്. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക്കലി തന്നെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെഡിഷൻ ബോർഡ് കുറച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി വിന്റർ സമയം ഭയങ്കര ഹാർഷ് ക്ലൈമറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ ഒരു എന്താണ് സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. ഓക്കെ, എക്സ്പെഡിഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ് അണ്ടർ പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്. പേസറിൻ്റെ ഫുൾ ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കാം. എന്താണ്? പോളാർ സയൻസ് ആൻഡ് എന്താണ് പറയുന്നത്? ക്രയോസ്ഫിയർ റിസർച്ച്. ഓക്കെ, പോളാർ സയൻസ് ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പേസർ. ഓക്കെ, ഇത് യാത് മിനിസ്ട്രി അണ്ടറിലാണ് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഇൻചാർജ് ആരാണ് ഇപ്പം? കിരൺ റിജ്ജു. അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പേസർ വരണമെന്ന് വെച്ചാൽ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, ഗോവയിലുള്ള ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്റ്റുഡൻസ് വീണ്ടും കറണ്ട് പോയതിൻ്റെ കാരണം വീണ്ടും നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീഡിയോ ഈ ഒരു ഇഷ്യൂ ഉണ്ട്, കാരണം ബാക്കപ്പ് ഇല്ല നമ്മളെ UPSന്, അതിൻ്റെ കാരണമാണ് ഇത് ഓഫ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാമെന്ന് വെച്ചാൽ 18th സെഷൻ ഓഫ് ഇന്റർ ഗവൺമെൻറ്റൽ കമ്മിറ്റി ഫോർ സേഫ് ഗാർഡിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. ഇത് 18th സെഷനാണ് നടത്തുന്നത്. ആരാണ് നടത്തുന്നത്? UNESCO ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്? നമ്മൾ 5 തൊട്ട് 8 ഡിസംബർ വരെയാണ് നടത്തിയിട്ടുള്ളത്. എവിടെയാണ്? ബോസ്വാനയിലാണ് നടന്നിട്ടുള്ളത്. അപ്പോഴത്ര ഓർമ്മിക്കുക. ഈ സെഷൻ്റെ ചെയർ ആരായിരുന്നെന്ന് വെച്ചാൽ HEMR എന്താണ്? മുറാദ്. ഓക്കെ, മുസ്താഖ് മുറാദ്. അതെന്താ പുള്ളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അംബാസിഡർ ആൻഡ് പെർമനന്റ് ഡെലിഗേറ്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ബോസ്വാന ടു എവിടെയാണ്? UNESCO. അത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സെഷനിൽ 55 ന്യൂ കൾച്ചറൽ പ്രാക്ടീസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ ഗർഭ, നമ്മൾ ഇന്നായിട്ട് പറഞ്ഞ കാര്യമാണ്. ഗർഭ എന്താണ്? ഡാൻസും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ പറയാൻ വേണ്ടി ഈ ചെയർ ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ന്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് വെച്ചാൽ ഓഡ്രെ അസോലെ. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? പാരീസ്, ഫ്രാൻസ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 അത്രയും കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത് ഇന്ത്യ ടോപ്സ് ഗവൺമെന്റ് റെമിറ്റൻസ് ചാർട്ട് ഓഫ് അറ്റ് 121 ബില്യൺ ഇൻ 2023. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സിറ്റിസൺസ് പുറത്ത് വേറൊരു കൺട്രിയിൽ പോയിട്ട്, ഇതിപ്പോൾ ഇന്ത്യയാണ്. ഓക്കെ, പുറത്ത് പോയി അവിടെ സമ്പാദിച്ചിട്ട് പൈസ അയച്ചു കൊടുക്കുക. ഈ പൈസ തിരിച്ചു വരണില്ല, അതിനെ റെമിറ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ റെമിറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്ത് പൈസ വീട്ടിൽ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് ഇന്ത്യയിൽ തിരിച്ചയക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും പൈസ എന്താണ് റെമിറ്റൻസിൻ്റെ ത്രൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യാതൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ യാതൊരു റിപ്പോർട്ടാണ്
അല്ലാണ്ട് നമുക്ക് ഈ ഡീറ്റെയിൽ കിട്ടിയെന്ന് വെച്ചാൽ ലിവറേജിങ് ഡയസ്പോറ ഫൈനാൻസസ് ഫോർ പ്രൈവറ്റ് ക്യാപിറ്റൽ മൊബിലൈസേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇത് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തതെന്ന് വെച്ചാൽ വേൾഡ് ബാങ്കിന്റെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ്. ഓക്കെ, വേൾഡ് ബാങ്ക് എന്ത് ചെയ്തു, അവരൊരു മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് എന്ന് പറഞ്ഞ ഒരു ആനുവൽ റിപ്പോർട്ട് പോലത്തെ സാധനമാണ് അത് പബ്ലിഷ് ചെയ്തത്. അതിന്റെ ഒരു ഡോക്യുമെന്റ് ആണ് എന്താണ് ലിവറേജിങ് ഡയസ്പോറാസ് ഫൈനാൻസ് ഫോർ പ്രൈവറ്റ് ക്യാപിറ്റൽ മൊബിലൈസേഷൻ. അതിലാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ആരാണ്? ഇന്ത്യ 125 ബില്യൺ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മെക്സിക്കോ 67 ബില്യൺ. പിന്നെ വരുന്നത് ചൈന 50 ബില്യൺ. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പൈൻസ് 40 ബില്യൺ. എന്നിട്ട് പിന്നെ അഞ്ചാമത്തെ വരുന്നത് ഈജിപ്റ്റ് 24 billions. Okay, next, WHO officially recognizes Noma as a neglected tropical disease. Neglected tropical disease. Okay, neglected tropical disease എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഡിസീസ് ഒരുപാട് ഡേഞ്ചറസ് ആവാം. ഓക്കെ, ഇറ്റ് മേ ബി ഡേഞ്ചറസ്, ബട്ട് അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അതിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കില്ല അതിനുവേണ്ടി മെഡിസിൻ കണ്ടെത്താനും. അല്ലെങ്കിലും വേറെ ഒരു റിസർച്ച് ചെയ്താൽ അവർക്ക് എന്താണ് പറയുന്നത്, ട്രേഡ് ഓഫ് എന്ന് പറയില്ല, എന്ന് വെച്ചാൽ കോസ്റ്റ് ബെനിഫിറ്റ് കൂടുതൽ കാണില്ല. എന്ന് വെച്ചാൽ ഇപ്പം 100 പേർക്ക് ലോകത്ത് ഒരു അസുഖം ഉണ്ടെന്ന് വെച്ചോ, ഇപ്പം 8 ബില്യൺ ഇതുണ്ട് പോപ്പുലേഷൻ, അതിൽ 100 ആൾക്കാർക്ക് മാത്രം അസുഖമുണ്ട്. അപ്പോൾ ഇതിനെ റിസർച്ച് ചെയ്യണമെങ്കിലും അത്യാവശ്യം നല്ല എമൗണ്ട് വേണ്ടി വരും. ബട്ട് ട്രീറ്റ്മെൻറ്റ് ആർക്ക് മാത്രം കിട്ടും? 100 ആൾക്കാർക്ക്. അതിലിപ്പോൾ ചിലപ്പം 40 പേര് വേണ്ടാന്ന് വെക്കും ട്രീറ്റ്മെൻറ്റ്, കാരണം അത് കോസ്റ്റ്ലി ആവും അല്ലേ. കോസ്റ്റ്ലി ആകുമ്പോൾ അവർ വേണ്ടാന്ന് വെക്കും. അപ്പോൾ വേറെ എത്രയാണ്? 60 ആൾക്കാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ആ 60 ആൾക്കാർക്കും ഈ 40 ആൾക്കാർ പോയാൽ അത്രയും കോസ്റ്റ് ആര് ബിയർ ചെയ്യണം? ഈ 60 ആൾക്കാർ. അപ്പോൾ അവർ നോർമൽ എന്ത് ചെയ്യും? ആ ആൾക്കാരും കുറേ ഒരു ഡ്രോപ്പ് ആവും. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനീസ് ആരാണ് ഈ മെഡിസിൻ ഉണ്ടാക്കണേ അവർക്ക് ലോസ് വരും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യും? ഇങ്ങനെ നിഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് അങ്ങനെ ലോസ് വരുമ്പോൾ ഒരു കമ്പനിയും അത് അതിൽ മെഡിസിൻ ഉണ്ടാക്കാനോ റിസർച്ച് ചെയ്യാനോ തയ്യാറാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. അതിനുവേണ്ടി WHO എന്താണ് ഫണ്ടൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇപ്പം നിലവിൽ 21 ഡിസീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡിസീസസിനെ അവർ നിഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നോമ അല്ലെങ്കിൽ ഇതിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് നോമ NTD അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആരാണ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് നൈജീരിയ. ഓക്കെ, അപ്പോൾ ഈ നോമ എന്താണെന്ന് വെച്ചാൽ ഒരു ഗംഗേരിയസ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുന്നത് ഡെഡ് ടിഷ്യൂസ് ഉണ്ടാവും നമ്മളെ മൗത്തിൽ അല്ലെങ്കിൽ ഫേസിൽ. ഡെഡ് ടിഷ്യൂസ് ഇങ്ങനെ അക്യുമുലേറ്റ് ആയി നമുക്ക് എന്താണ് ബേസിക്കലി ആ ഒരു വല്ലാത്തൊരു ഇതാവും, ബാക്ടീരിയൽ ഇതാണ്, ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ കാരണം ഡെഡ് ടിഷ്യൂസ് ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് ബേസിക്കലി എഫക്ട് ചെയ്യണത് ആയിരിക്കും വെച്ചാൽ യങ് ചിൽഡ്രൻസ്, മാൽനറിഷ്ഡ് ആയിട്ടുള്ള യങ് ചിൽഡ്രൻസ് ഏജ്ഡ് ബിറ്റ്വീൻ 2 and 6 അവർക്കാണ് ഈ കൂടുതലും ഉണ്ടാവുന്നത്. എക്സ്ട്രീം പോവർട്ടി ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ വിത്തൗട്ട് പ്രോംപ്റ്റ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഇറ്റ് റാപ്പിഡ്ലി ഡിസ്ട്രോയ്സ് ഫേഷ്യൽ ടിഷ്യൂ ആൻഡ് ബോൺ. മുഖത്തുള്ള ടിഷ്യൂവും ബോണിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റും കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇത് മരണത്തിന് വരെ കാരണമാവും. ഓക്കെ, അപ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുവർ ഓറൽ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഇത് കൂടുതലാവാൻ സാധ്യത എന്ന് പറഞ്ഞാൽ പുവർ ഓറൽ ഹൈജീൻ ഉണ്ട്, മാൽന്യൂട്രീഷൻ ഉണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, പിന്നെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീം പോവർട്ടി ആയിരുന്നാലും ഈ ഒരു എന്താണ് എക്സ്ട്രീം പോവർട്ടിയുടെ കാരണം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന ഏരിയ ഒന്നും ക്ലീൻ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയ എന്നൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ADB സയൻസ് 37 ബില്യൺ എന്താണ് ജാപ്പനീസ് yen ലോൺ ഫോർ നമ്മളെ ഡൽഹി മെട്രോ മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കോറിഡോർ. ഓക്കെ, അപ്പോൾ ഈ ഒരു അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. 37 ബില്യൺ ജാപ്പനീസ് yen, ദാറ്റ് ഈസ് അറൗണ്ട് 250 മില്യൺ USD. ഓക്കെ, അതിനുവേണ്ടിയാണ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഗവൺമെന്റും ഇവിടെ ആരാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് സൈൻ ചെയ്ത ആരാണ്? ജൂഹി മുഖർജിയാണ് സൈൻ ചെയ്തിട്ടുള്ള പുള്ളിക്കാരി ജോയിന്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ആണ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. പിന്നെ അതുകൂടാതെ ജപ്പാന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ADBയുടെ സൈഡിൽ നിന്ന് ആരാണ്? ഹോ യുൻ ജിയോങ്, ഡെപ്യൂട്ടി കൺട്രി ഡയറക്ടർ ADB ഇന്ത്യ റെസിഡന്റ് മിഷൻ ADB. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി മൾട്ടി മോഡൽ ഹബ്സ് ആണ് ബിൽഡ് ചെയ്യാൻ പോകണം. എന്ന് പറഞ്ഞാൽ ഒറ്റ ട്രാൻസ്പോർട്ട് മോഡല്ല, വേറെ ട്രാൻസ്പോർട്ട് മോഡ് ലൈക്ക് മെട്രോ ഫീഡർ, പിന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയുടെ പേരാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇതെന്താണ്? ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഓഫ് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശിന്റെ. ഓക്കെ, അടുത്ത് 2020 ADB എത്രയാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്? 1049 മില്യൺ മൾട്ടി ട്രാൻസ് ഫൈനാൻസ് ലിമിറ്റ് ഫോർ ഈ പ്രൊജക്ട്. ഇതേപോലത്തെ പ്രൊജക്ടിന് അവർ $1049 മില്യൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഇതിലാണ് കൊടുത്തിട്ടുള്ള $500 മില്യൺ ആണ് അവർ കൊടുത്തത്. പിന്നെ അത് കൂടാതെ രണ്ടാമത്തെ ഇതിലാണ്
എന്താണ് അവർ ബാക്കി 500 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ 1049 ആയത് ഈ 500 കൂടിയിട്ടാണ്. ഓക്കെ, ഇത് മില്യൺ കോ ഫൈനാൻസ്ഡ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഫൈനാൻസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ജപ്പാനും കൂടെ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യ ഓയിൽ കൊട്ടക് മഹീന്ദ്ര പാർട്ട്നേഴ്സ് ഫോർ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്. ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ ഓയിലൊക്കെ ഈ പെട്രോളിയം ഇതൊക്കെ അടയ്ക്കുമ്പോൾ അതിന് കുറേ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി സർചാർജ് ഒക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി കണ്ടില്ലേ, ക്യാഷ് ബാക്ക് കിട്ടും. 4% ക്യാഷ് ബാക്ക്, റിവാർഡ് പോയിന്റ്സ് ഉണ്ടാവും. 150 രൂപ ഫ്യൂൽ അടിക്കുമ്പോൾ പിന്നെ 1% ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ചെയ്യും ഇന്ത്യൻ ഓയിൽ ഫ്യൂവൽ ട്രാൻസാക്ഷൻസിൻ്റെ ത്രൂ. ഓക്കെ, പിന്നെ കസ്റ്റമേഴ്സ് ഓൾസോ വിൽ റിസീവ് 2% അല്ലെങ്കിൽ 12 പോയിന്റ് പെർ 150 സ്പെൻറ്റ് വെൻ യൂസിങ് ദ കാർഡ് ഫോർ ഡൈനിങ് ആൻഡ് ഗ്രോസറി സ്പെൻഡിങ്സ്. അതിനുവേണ്ടിയാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്തിട്ടുള്ള. എലിജിബിലിറ്റി ആരെന്ന് വെച്ചാൽ കാർഡ് ഹോൾഡർ ഷുഡ് ബി 18 to 65 ഇയേഴ്സ്. പിന്നെ ആഡ് ഓൺ കാർഡ് ഷുഡ് ബി അബവ് ഏജ് ഓഫ് 18 ഇയേഴ്സ്. ദ കാർഡ് ഹോൾഡർ ഷുഡ് ബി എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇത്രയേ ഉള്ളൂ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ ഇത് പവർ അല്ലെങ്കിൽ ഇതിനെ ബാക്ക് ചെയ്യുന്നതാരാണ്? റൂപേ പവേർഡ് ആയിരിക്കും ഇത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആനുവൽ ഫീസ് ഒക്കെയാണ്. ഇത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. 499 ഒക്കെയാണ്. പിന്നെ ഇതിലൊരു ഇൻഷുറൻസ് കവർ കിട്ടും, 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കവർ കിട്ടും. ഓക്കെ, ഇന്ത്യൻ ഓയിൽ കൊട്ടക് ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടെ. ഓക്കെ, അടുത്ത് നമ്മൾ അബൌട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊന്ന് മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ശ്രീകാന്ത് മഹാദേവ് വൈദ്യ. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. 1964 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ബാങ്കിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കഴിഞ്ഞ ന്യൂസും ബാങ്കിനുള്ളതാണ്, ഇപ്പോഴും ഇതും ബാങ്കിനുള്ളതാണ്. എന്താണ്? മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് മാക്സ് ലൈഫ് സ്മാർട്ട് ടോട്ടൽ എലിറ്റ് പ്രൊട്ടക്ഷൻ പ്ലാൻ. അത് സ്റ്റെപ്പ് പ്ലാൻ ആണ്. നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ പ്യൂർ റിസ്ക് പ്രീമിയം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ കവറേജ് എത്രയാണ്? 2 കോടി രൂപ കവറേജ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ എന്താണ് ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി അലോവിങ് നമ്മളെ പോളിസി ഹോൾഡർ ടു എന്താണ് പ്രീമിയം ബ്രേക്ക് എവറി 5 ഇയേഴ്സ് ആസ് എ പാർട്ട് ഓഫ് കവർ കണ്ടിന്യൂസ് ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്ര അറിയണം. ഇത് ആരാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തത്? മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ലോഞ്ച് ചെയ്തത്. പ്രൊഡക്റ്റിന്റെ പേര് അറിയണം. മാക്സ് ലൈഫ് സ്മാർട്ട് ടോട്ടൽ എലിറ്റ് പ്രൊട്ടക്ഷൻ ടേം പ്ലാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ടേം പ്ലാൻ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. മാക്സ് എന്താണ്? മാനേജിംഗ് ഡയറക്ടർ ആരാണ്? MD ആൻഡ് CEO ആരാണെന്ന് വെച്ചാൽ പ്രശാന്ത് ത്രിപാഠിയാണ്. അത് കഴിഞ്ഞിട്ട് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാന. അത് അത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ് ഇൻഡ് ബാങ്ക് അൺവീൽസ് ഇൻഡസ് സോളിറ്റയർ പ്രോഗ്രാം. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയമണ്ട് ഇൻഡസ്ട്രിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഡയമണ്ട് ഇൻഡസ്ട്രിയുടെ റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യം വരും, എന്ത് റിലേറ്റഡ് ആണ് ഡയമണ്ട് ഇൻഡസ്ട്രി ആയിട്ട് അല്ലേ? നമുക്ക് ഡീറ്റെയിൽ നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി ഫസ്റ്റ് കമ്മ്യൂണിറ്റി ബാങ്കിങ് പ്രോഗ്രാം ഡിസൈൻ ഫോർ ഡയമണ്ട് ഇൻഡസ്ട്രി. ഡയമണ്ട് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് കമ്മ്യൂണിറ്റി ബാങ്കിങ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് കിട്ടും, പിന്നെ കുറേ ഫീച്ചേഴ്സും ഓഫേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബാങ്കിങ്, ഇത് ഗോസ് ബിയോണ്ട് ട്രഡീഷണൽ ബാങ്കിങ് ആൻഡ് ഓഫേഴ്സ് എലൈറ്റ് ബാങ്കിങ് സർവീസസ് ടു ഡയമണ്ട് കമ്മ്യൂണിറ്റി ത്രൂ ഇൻഡസ് ഇൻഡ് ഫ്ലാഗ്ഷിപ്പ് ബ്രാഞ്ചസ് ഇൻ മുംബൈ എന്നിട്ട് സൂറത്ത്. ഈ 2 ബ്രാഞ്ചിൽ നിന്നാണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ളത്. ഓക്കെ, ഇത് ഡയമണ്ട് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അവർക്ക് എലൈറ്റ് ബാങ്കിങ് സർവീസ് കൊടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇൻഡസ് സോളിറ്റയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോളിറ്റയർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, ഡയമണ്ട്സ് ആർ സോളിറ്റയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ആഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇൻഡസ് ഇൻഡ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1994 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നിട്ട് ഫൗണ്ടർ ആരായിരുന്നു? SP ഹിന്ദുജ. എന്നിട്ട് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ. എന്നിട്ട് MD CEO ഇപ്പം നിലവിലുള്ളത് ആരാണ്? സുമന്ത് കട്ട്പാലിയ. പിന്നെ ടാഗ് ലൈൻ എന്താണ്? വി മേക്ക് യു ഫീൽ റിച്ചർ. ഓക്കെ, ഇത്തരം കാര്യം അറിഞ്ഞിരിക്കണം. അടുത്ത് ക്യാഷ് അൺവീൽസ് ഇറ്റ്സ് സൂപ്പർ ആപ്പ് റെപ്പോസിഷൻ ഇറ്റ് സെൽഫ് ആസ് ഭാരത് കാ മണി ആപ്പ്. ഓക്കെ, ക്യാഷ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ഒരു ഫൈനാൻഷ്യൽ വെൽനെസ് പ്ലാറ്റ്ഫോമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ വെൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സ്പെൻഡ് ചെയ്യണത് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, എത്ര പൈസ നമ്മൾ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്തു, അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. ഏതൊക്കെ സ്പെൻഡിങ് ആണ് വൈസ് സ്പെൻഡിങ്, ഏതൊക്കെ സ്പെൻഡിങ് ആണ് ആവശ്യമില്ലാത്ത സ്പെൻഡിങ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോശമാവും അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും, അങ്ങനത്തെ രീതിയിലുള്ള കുറേ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഭാരത് കാ മണി ആപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കാര്യം അറിയണം. ഇതെന്താണ്? Tier 2 Tier 3 സിറ്റീസ് എന്നിട്ട് സ്മോൾ ടൗൺസിലാണ് ഇതൊരു എന്താണ് ഡൈവേഴ്സ് ഫൈനാൻഷ്യൽ നീഡ്സ് യങ് വർക്കിംഗ് മില്ലേനിയൽസ് അല്ലെങ്കിൽ യങ് വർക്കിംഗ് പീപ്പിളിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. ക്ലിയർ ആണല്ലോ? ഒരു ഓഫർ എന്നല്ല, ഒരു ആപ്പാണ്. അപ്പോൾ ഇതിന് പുതിയ വെബ്സൈറ്റ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്, ക്യാഷ് ആണ് അവരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യം അറിയാം. പിന്നെ ക്യാഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? യശോരാജ് ത്യാഗിയാണ്. പിന്നെ ഹെഡ് ക്വാർട്ടർ നിങ്ങൾക്കറിയാം മുംബൈ, മഹാരാഷ്ട്ര. നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും, മുംബൈ മഹാരാഷ്ട്രയാണ് ക്യാഷിയുടെ ഹെഡ് ക്വാർട്ടർ. പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 2016. അത്തരം കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ
അത് കഴിഞ്ഞിട്ട് വരുന്ന ന്യൂസാണ് ഭൂട്ടാൻ ടോപ്പ് ഓണേഴ്സ് ഫോർ ഫോമർ പഞ്ചാബ് കേഡർ IAS ഓഫീസർ ഡോക്ടർ കേത്രപാൽ. ഓക്കെ, അപ്പോൾ ഇത് ഇവരെ ഒരു ടോപ്പ് ഓണറാണ് കൊടുത്തിട്ടുള്ളത്. ആരാന്ന് ചോദിച്ചാൽ ഭൂട്ടാന്റെ ഗവൺമെന്റ് കൊടുത്ത ഒരു ടോപ്പ് ഓണറാണ് ആർക്ക്? ഡോക്ടർ പൂനം കേത്രപാൽ സിംഗ് ഇന്ത്യയിലുള്ള ആൾക്കാണ് കൊടുത്തത്. എന്താണ് കൊടുത്തതെന്ന് അറിയാം, നമുക്ക് നോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഭൂട്ടാന്റെ നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് ഭൂട്ടാന്റെ ആർക്കാണ് കിട്ടിയ? ഡോക്ടർ പൂനം കേത്രപാൽ. പുള്ളിക്കാരി ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ്. അപ്പോൾ ഇത് കൊടുത്തതാരാണ്? ജിഗ്മെ കേസർ നാംഗ്യാൽ വാങ്ചുക്. നിങ്ങൾ ഭൂട്ടാനിലുള്ള ഭൂട്ടാന്റെ കിങ് ആണ്. പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്? ഡ്രുക് ഗ്യാൽപോ എന്നാണ് പറയുന്നത്. ഡ്രാഗൺ കിങ് എന്ന് പറയും ഓഫ് ഭൂട്ടാൻ. റിപ്രസെന്റഡ് ദ ഗിഫ്റ്റ് ഡ്യൂറിംഗ് ദ സെലിബ്രേഷൻ ഓഫ് 116th നാഷണൽ ഡേ ഓഫ് ഭൂട്ടാൻ. 116ാം നാഷണൽ ഡേ, 17 ഡിസംബറിനാണ് നാഷണൽ ഡേ ഓഫ് ഭൂട്ടാൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് ടിംഫു ഭൂട്ടാനിൽ വെച്ച്. ഓക്കെ, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കിങ് ഓഫ് ഭൂട്ടാൻ ആണ് ജിഗ്മെ കേസർ നാംഗ്യാൽ വാങ്ചുക്. 2008 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഓർഡർ ഈസ് അവോർഡഡ് ഫോർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആൻഡ് മെറിറ്റോറിയസ് സർവീസ് ടു ഭൂട്ടാൻ. ഇതിൽ 3 ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഗോൾഡ് ആണ്, അതാണ് നമ്മൾ ആർക്ക് കിട്ടിയത്? ഡോക്ടർ പൂനം കേത്രപാലിന്. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്ലാസ് സിൽവർ ആണ്, തേർഡ് ക്ലാസ് ബ്രോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗജ ക്യാപിറ്റൽ ബിസിനസ് ബുക്ക് പ്രൈസ്. ഇത് ഇന്ത്യയിലുള്ള ബുക്ക് ഇങ്ങനത്തെ ഇക്കണോമിക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൈസ് മണിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കുന്നത് ഇതാണ്. ഓക്കെ, ലാർജസ്റ്റ് ബുക്ക് പ്രൈസ് ആണ്. 15 lakh rupees ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 5ാമത്തെ എഡിഷൻ ഓഫ് ഗജ ക്യാപിറ്റൽ ബിസിനസ് ബുക്ക് പ്രൈസ് 2023 ആണ് കൊടുത്തിരുന്നത് അവാർഡ്. അതിൽ ഇതാണ് കൊടുത്തത്. ഞാൻ 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്, 2 ബുക്കിനാണ് കിട്ടിയിട്ടുള്ള അവാർഡ്. എന്താണ്? നമ്മൾ അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ് ദ IT സ്റ്റോറി ഓഫ് ഇന്ത്യ. ഇത് ആരൊക്കെയാണ് എഴുതിയെന്ന് വെച്ചാൽ S. കൃഷ് ഗോപാൽ കൃഷ്ണ, പിന്നെ N. ദയാ സിന്ധു. ഓക്കെ, പിന്നെ അത് കൂടാതെ വേറെ ഒരാളുണ്ട്, 3 ഓത്തർസ് ഉണ്ട്, കൃഷ്ണൻ നാരായണൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ വിന്നിംഗ് മിഡിൽ ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് ന്യൂ ഏജ് ഓൺടർപ്രീനിയേഴ്സ്. അത് ആരാണ് എഴുതിയെന്ന് വെച്ചാൽ TN ഹരിയും ബാല ശ്രീനിവാസൻ. ഓക്കെ, അപ്പോൾ ഗജ ക്യാപിറ്റൽ ബിസിനസ് ബുക്ക് പ്രൈസ് 2023 ആനുവൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 2019. ഓക്കെ, അപ്പോൾ ഇത് 5ാമത്തെ എഡിഷനാണ് ഇപ്പം കൊടുത്തത്. എന്നിട്ട് ഇതിനു മുമ്പേ 4 എഡിഷൻ ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ചോദ്യം വരും, കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ മൈൻഡിൽ ചോദ്യം വന്നില്ലെങ്കിലും എക്സാമിന് ചോദ്യം വരും, കഴിഞ്ഞ വർഷം ആർക്കാണ് കിട്ടിയത്? എന്താണ് ഗജ ക്യാപിറ്റലിൽ ബിസിനസ് ബുക്ക് പ്രൈസ് കഴിഞ്ഞ വർഷം ആർക്കാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ജേർണലിസ്റ്റ് ഓത്തറായ ഹരീഷ് ദാമോദരനാണ് കിട്ടിയത്. ബുക്കിൻ്റെ പേര് ബ്രോക്ക് ടു ബ്രേക്ക് ത്രൂ ദ റൈസ് ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് ഡയറി കമ്പനി. ഇത്തരം കാര്യങ്ങൾ, ഈ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് എക്സാമിന്. ഓക്കെ, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ്സ് സിസി സ്വീപ്സ് ടു 3rd ടേം ആസ് എ പ്രസിഡന്റ് വിത്ത് 89.6% വോട്ട്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ വേറെ കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട. നമുക്കറിയാം ഇപ്പം നിലവിലെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ ഫത്തഹ് സയ്യിദ് ഹുസൈൻ ഖാലിൽ അൽ സിസി. അപ്പോൾ ഇയാൾ തന്നെയാണ് വീണ്ടും റീ ഇലക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കാം ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? അബ്ദുൽ ഫത്തഹ് സയ്യിദ് ഹുസൈൻ ഖാലിൽ അൽ സിസി. ഓക്കെ, വലിയൊരു പേരാണ്. പക്ഷേ അബ്ദുൽ ഫത്തഹ് അൽ സിസി എന്നാണ് ന്യൂസിലൊക്കെ വരാറുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ അവർ മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ഫുൾ ഡീറ്റെയിലിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ 3ാമത്തെ ഇലക്ഷനിലാണ് ജയിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ എന്തെന്ന് വെച്ചാൽ കയറോ ആണ് ഈജിപ്തിൻ്റെ. കറൻസി എന്താണ്? ഈജിപ്ഷ്യൻ പോണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് റീസെന്റ് MOUs സൈൻഡ് ബൈ ബാങ്കിങ് സെക്ടറിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ICICI Prudential ലൈഫ് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എൻ്റർ ഇൻ ടു ബാൻകൻഷ്യർ ടൈ അപ്സ്. ഓക്കെ, SBI സൈൻഡ് €70 million LOC വിത്ത് എന്താണ്? നമ്മളെ ജർമ്മൻ ബാങ്ക് KfW ഫോർ സോളാർ പ്രൊജക്റ്റ്. അത് കഴിഞ്ഞിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് പാർട്ട്നർഡ് വിത്ത് DBS ബാങ്ക് ഫോർ ഫൈനാൻസിംഗ് പ്രോഗ്രാം. ഇന്റലക്ട് സയൻസ് 80 crore ഡീൽ വിത്ത് ഇന്ത്യൻ ബാങ്ക് ടു ഡിപ്ലോയ് ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റം. ഗ്രോ ക്യാപിറ്റൽ ജോയിന്റ് ഹാൻഡ്സ് വിത്ത് ലഘു ഉദ്യോഗ് ഭാരതി ടു എംപവർ MSME സെക്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഫെസിലിറ്റീസ്. ഇൻഡസ് ബാങ്ക് എന്താണ് ലോഞ്ച് ചെയ്തത്? ഇൻഡസ് സോളിറ്ററി പ്രോഗ്രാം. നമ്മൾ ഇപ്പം കണ്ട കാര്യമാണ് ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ. പിന്നെ കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് അൽഫ വെൽത്ത് പ്ലാൻ വിത്ത് ഓപ്ഷൻ ടു ഓൾട്ടർ പ്രീമിയംസ്. പിന്നെ ഇൻഡസ് ഫസ്റ്റ് ബാങ്ക് LIC കാർഡ് എന്നിട്ട് മാസ്റ്റർ കാർഡ് ചേർന്നിട്ട് എന്താണ് ലോഞ്ച് ചെയ്തത്? ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് നാരി ശക്തി സേവിങ്സ് അക്കൗണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് ലോഞ്ചസ് യൂത്ത് സെൻട്രിക് ഫസ്റ്റ് സ്വാപ്പ് ക്രെഡിറ്റ് കാർഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഏത് കമ്പനിയാണ്? മാസ്റ്റർ കാർഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇത്തരം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.